അങ്ങനെ എന്തായാലും ബിഗ് ബോസ് കളിച്ചു. ആ ഒരു ഗെയിമിൽ നമ്മുടെ ഗബ്രിയും നമ്മുടെ ഋഷി പുറത്തേക്ക് വന്നിരിക്കുകയാണ് പവർ റൂമിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ പേരിൽ നിന്ന് ഇപ്പോൾ ജാസ്മിനെയും ഗബ്രിയെയും ഒരുമിച്ച് നോമിനേഷന് കൊണ്ടുവരണം. അവരിൽ ആരെങ്കിലും ഒരാളെ പുറത്താക്കണം. മെയിനായിട്ട് അവർ ടാർഗറ്റ് ചെയ്യുന്നത് ജാസ്മിനെയാണ് കേട്ടോ. ജാസ്മിനെ പുറത്താക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇത് എൻ്റെ അഭിപ്രായമാണ്. കാര്യം ഈ പ്ലാൻ ചെയ്യുന്ന എല്ലാവരെക്കാളും ഗെയിം അവിടെ ജാസ്മിനോ അല്ലെങ്കിൽ ഗബ്രിയോ കളിക്കുന്നുണ്ട്. അത് നെഗറ്റീവാണ്, നമുക്ക് അരോചകമാണ്, വെറുപ്പിക്കലാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഗെയിം കളിക്കുന്നുണ്ട്. സായി ഗെയിം കളിക്കുന്നുണ്ടോ? ഇല്ല. നന്ദന എന്തെങ്കിലും പറയുന്നത് ജാസ്മിനെയോ ഗബ്രിയോ മാത്രമായിരിക്കും. വേറെ അവിടെ ആരെന്ത് പ്രശ്നം കാണിച്ചാലും എനിക്ക് തോന്നുന്നില്ല നന്ദന വല്ലതും പറയുന്നതായിട്ട്. അതുപോലെ അർജുനും ശ്രീതും എന്ത് ചെയ്യുന്നു? അവരവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുന്നു, ഒരു കോംബോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ നിലനിന്ന് പോകുന്ന ആൾക്കാർ. അതുപോലെ തന്നെ മിക്ക ആളുകളും അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ ഗെയിം കളിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ജാസ്മിനും ഗബ്രിയും ജിൻഡോ, ഇവരൊഴിച്ച് വേറെ ആരും ഗെയിം കളിക്കുന്നില്ല. എല്ലാവർക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണം, ഭയങ്കര മാസമാവണം എന്നുള്ള വിചാരങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്നലത്തെ ലാലേട്ടൻ്റെ ആ ഒരു എപ്പിസോഡിൽ ഇവരുടെയൊക്കെ ഭയങ്കര പറച്ചിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പം അങ്ങ് ശരിയാക്കി തരുമെന്ന്. അതെല്ലാം കേട്ടുകൊണ്ട് ഗെയിമിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി, നമുക്ക് കാണാമല്ലോ. എന്തായാലും ഭയങ്കര പ്ലാനിങ് ഒക്കെ നടക്കുന്നുണ്ട്. ജാസ്മിനെയും ഗബ്രിയെയും ഒരുമിച്ച് ആ ഒരു നോമിനേഷനിൽ കൊണ്ടുവരണം, അവരിൽ ജാസ്മിനെ പുറത്താക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ ആഗ്രഹം നടക്കുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും അവരുടെ പ്ലാനിങ് ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. നല്ല രീതിയിൽ ഗെയിമിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇപ്പം എന്തായാലും സിജോ, അർജുൻ, സായി, അഭിഷേക്, ശ്രീകുമാർ ഇവരെല്ലാവരും കൂടെ ചേർന്നൊരു ഗ്രൂപ്പ് ജാസ്മിനും ഗബ്രിക്കും എതിരായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഗ്രൂപ്പ് അടിപൊളിയായിട്ട് പോകുമോ നമുക്ക് നോക്കാം. എന്തായാലും നല്ല പ്ലാനിങ്ങും പദ്ധതിയൊക്കെ നടക്കുന്നുണ്ട്. ഈ പ്ലാനിങ്ങും പദ്ധതിയൊക്കെ ചെയ്തും കൂടെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. എന്തായാലും അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. എന്തായാലും സിജോ പറയുന്നത് ഈ ഒരു ടാസ്ക്, പവർ ടാസ്ക് വല്ല ഉണ്ടെങ്കിൽ ആ ടാസ്ക് വിട്ടുകൊടുക്കാം, സായിക്ക് വേണ്ടി വിട്ടുകൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. വിട്ടുകൊടുക്കുന്നത് ഒരു മിടുക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഗെയിം കളിക്കുക, തോറ്റുപോയാൽ ഓക്കെ എന്ന് പറയാം. അല്ലാതെ ഒരാൾക്ക് വേറൊരാൾ ജയിപ്പിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെയും ഗ്രൂപ്പിസം തന്നെയല്ലേ. എന്തായാലും നോക്കാം ഇനി എന്തൊക്കെയാണെന്നുള്ളത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.